നമസ്കാരം, വണക്കം. അപ്പോഴേ നമ്മുടെ ഈ കൊല്ലം സുധിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു നോവുന്ന ഒരു ഓർമ്മയാണ് സുധിച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. കാരണം നിങ്ങൾ ഈ കാണുന്ന പല ആൾക്കാരിലും ചിലപ്പോൾ വിധവകളുണ്ടാവും, അതുപോലെ തന്നെ ഡിവോഴ്സായ ആൾക്കാരുണ്ടാവും. ഇനി നമ്മൾ വിധവകളിലേക്ക് വരാം. അതായത് തൻ്റെ നല്ലൊരു പ്രായത്തിൽ തൻ്റെ പ്രിയതമൻ അല്ലെങ്കിൽ പ്രിയതമ വിടവാങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം സമൂഹത്തിൽ അവർ പിന്നെ ഒരു കാരണവശാലും സന്തോഷിക്കാൻ പാടില്ല, അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ പാടില്ല, അവരൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അവർ ഉണ്ടെന്ന് പോലും അറിയരുത്. അവരഥവാ വല്ല കഴിവുകളിലോ കലാപരമായ കാര്യങ്ങളിലോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊന്നേക്കണം, അവർ മരിക്കാനാണ്, പിന്നെ ഒരിക്കലും ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരം സാഡിസ്റ്റുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോക്കകത്ത് എനിക്ക് ചെറിയൊരു റോളുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു വീഡിയോക്കകത്ത് ഡയറക്റ്റ്ലി എനിക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അതും കൂടി ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കുന്നതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ കാണുന്നു. ഞാൻ ആ വീഡിയോ കാണാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് പ്ലേ ചെയ്താൽ എനിക്ക് ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ആ പാട്ട് ചെറുതായിട്ട് ഞാൻ തന്നെ പാടും. ആ ഒരു വെറുപ്പിൽ നിങ്ങൾ ക്ഷമിക്കണം. അതിനുശേഷം ആ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്ത് തോന്നി, എൻ്റെ പാട്ടല്ല, ആ വീഡിയോയിൽ കണ്ട അത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ആ സ്ത്രീയോട് വെറുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് മാത്രം വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആദ്യം കമൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്ലേ ചെയ്താൽ കാണിക്കാം. വെൺശില കൊണ്ട് മെനഞ്ഞതുപോലൊരു സുന്ദരി മണി മാറത്തെ വീണ്ടും എനിക്കൊരു പൂന്തിരയാകണമെന്നൊരു മോഹം നെഞ്ചത്ത് ഉപ്പിൻ കൈപ്പാണി കവിളത്ത് ഇപ്പോഴൊരു മധുരം ചുണ്ടത്ത് ചാന്തിക്കൊടുന്നൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു മാനം തീരത്ത് നിഞ്ചുടു വിശ്വാസത്തിൻ കാറ്റത്ത് എന്നിലയിലരികത്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ പാട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കുന്നില്ല. അത് നല്ലതായിരിക്കും എന്നുള്ളതൊന്നുമല്ല. സ്വാഭാവികമായിട്ട് തൊണ്ടടപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെയുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും, എനിക്കതറിയാം. പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു പാട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ സ്ത്രീയെ അപമാനിക്കാനോ കുറ്റപ്പെടുത്താനോ തോന്നുന്നുണ്ടോ? ഈ സിനിമയിലെ നായികയായിട്ടുള്ള ഗോപിക നമ്മുടെ ദിലീപേട്ടനുമായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വളരെ സുന്ദരമായ ജീവിതത്തിൽ അവർ ജീവിക്കുന്നു. ആ ഒരു സിനിമയിലുള്ള ഈ പാട്ടിൻ്റെ ചെറിയൊരു അംശം മാത്രം അഭിനയിച്ച ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാവരുടെയും അല്ല, ചില സാഡിസ്റ്റുകളുടെ വൃത്തികെട്ട കമൻറ്റുകൾ അവർ കേൾക്കേണ്ടി വന്നു, എനിക്കും കേൾക്കേണ്ടി വന്നു. അപ്പോൾ ചോദിക്കും, എനിക്കെങ്ങനെ കേൾക്കേണ്ടി വന്നു? ആദ്യം ഈ ഒരു കമൻറ്റ് ബോക്സിനകത്തൊരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിൽ ആദ്യം പിൻ വെച്ചേക്കുന്ന കമൻറ്റ് നമുക്ക് വായിക്കാം. അത് ചേച്ചിയുടെ ആണ്, അഥവാ രേണു ചേച്ചിയുടെയാണ്, രേണു സുധി. കമൻറ്റ് ഇങ്ങനെയാണ്: ഒരു കാര്യം പറഞ്ഞോട്ടെ, നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ഇല്ല, കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടൂ. നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി, താങ്ക് യു ഓൾ എന്ന് പറഞ്ഞു. ആ പാട്ട് വൈറലായി. ഓക്കെ, നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ പുള്ളിക്കാരത്തി അഭിനയിച്ചത്. അദ്ദേഹത്തിന് കുറേ ഇതുണ്ട്, അദ്ദേഹം മറ്റവനാണ് മറിച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഇതിനകത്ത് ഞാനിട്ടൊരു കമൻറ്റാണ്, ഇനി എനിക്കിതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഞാനിട്ട കമൻറ്റും കൂടെ ഞാൻ വായിക്കാം. ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു, വീഡിയോ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കമൻറ്റ് ഇടുന്നത് തോന്നുന്നു. 21 മണിക്കൂറിന് മുമ്പ് ഞാൻ ആ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റും അദ്ദേഹം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ആ കമൻറ്റ് വായിക്കാം. എനിക്ക് തോന്നിയതാണ് ഞാൻ ആ കമൻറ്റിൽ പിൻ ചെയ്ത് എഴുതിയിരുന്നത്. അദ്ദേഹം അത് ഒരിക്കലും അത് പിൻ ചെയ്ത് വെക്കുമെന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, വിചാരിച്ചിട്ട് കൂടിയില്ല. ഓക്കെ, നമ്മൾ ദാസേട്ടന് ഞാനോട്ട് കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ കമൻറ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ എഴുതിയത്: ഇപ്പോൾ വരും കുറേ എണ്ണം സുധിയുടെ ഭാര്യ കണ്ടില്ലേ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് ഉപയോഗിക്കാത്ത പകൽമാന്യനൊന്നും അല്ല ഞാൻ, ഉപയോഗിക്കുന്ന ഒരാൾ തന്നെ. ഞാൻ മയിലുകളെ അവരുടെ ബാക്കി ജീവിതം കരഞ്ഞു തീർക്കണമെന്നാണോ? ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് അവർ ആഘോഷിക്കട്ടെ, ആസ്വദിക്കട്ടെ, കഴിവുകളിലൂടെ സഞ്ചരിക്കട്ടെ. കുരു പൊട്ടുന്നവന്മാർ മുലക്കുരുവിനുള്ള അണ്ടിക്കുരുലേക്കും പുരട്ടി കുനിഞ്ഞു നിൽക്ക് പോയി വല്ല വളവിലും എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പൊളിച്ചു എന്നുള്ള കമൻറ്റാണ് ഞാൻ ഇട്ടത്. എൻ്റെ കമൻറ്റിൻ്റെ താഴത്തെ കമൻസ് മാത്രം ഏതാണ്ട് 50-ലധികം കമൻസാണ്. അതിനകത്ത് ആദ്യത്തെ അത് നമ്മുടെ മുത്തേ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ തന്നെ കമൻറ്റ് ഇടുന്നു.
ഒന്ന് രണ്ട് പേര് അതിനെ എനിക്ക് നല്ല ഇതിട്ട സമയത്ത് ഉടനെ തന്നെ വേറൊരുത്തൻ നീ ആരാടാ മൈ ലേ അവളുടെ അച്ഛനോ. സ്വാഭാവികമായിട്ടാണെങ്കിലും ആ കുട്ടിയുടെ അച്ഛനാണോ എന്ന് എനിക്ക് ചോദിക്കുന്നതിനെക്കാട്ടിൽ എളുപ്പം എനിക്ക് ഇവൻ്റെ അച്ഛനാവുക എന്നുള്ളതല്ലേ. അതിനുള്ള യോഗ്യത അവനുണ്ടോ ഇല്ലെന്നുള്ള കാര്യം വേറെ കാര്യം. എന്നാലും ഞാൻ പറഞ്ഞു, നിനക്ക് ജന്മം നൽകിയതിൽ വിഷമിക്കുന്ന നീയറിയത്ത നിന്റെ ഒരേ ഒരു അച്ഛനാണ് മണമേ, ഞാൻ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു നടുവേരൽ. അങ്ങനെ ആ ഒരു പരിപാടി. അതിനുശേഷം അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ നിങ്ങൾ കാണുക, അങ്ങ് നിറഞ്ഞൊഴുകുകയാണ് കണ്ണുനീർ കടലുകൾ. അതിൻ്റെ താഴെ അവിടെയും കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അല്ല ബ്രോ ഇവിടെ ഒരുപാട് അമ്മമാർ ആക്ട് ചെയ്യുന്നില്ലേ, ജീവിക്കുന്നില്ലേ? എൻ്റെ അമ്മയ്ക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ വിടും, അതുപോലെ ശരത് ബ്രോ വിടുമായിരിക്കും. ഇത് 2025 എന്താണ്, ഓരോരുത്തർക്കും അവരവരുടെ ഒരു പ്രൈവസി ഉണ്ട്. സീരിയസ്ലി പ്രൈവസി എന്നല്ല, അവരവരുടെ ഇഷ്ടം, ഫ്രീഡം ഉണ്ട്. സീരിയസ്ലി അതല്ലേ സത്യം? അങ്ങ് കുറ്റം പറയുക. അപ്പം എന്നിട്ട് ഈ പറയുന്നവരോടൊക്കെ ഇതേ രീതിയിൽ അവരെ ഇങ്ങോട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റാണ് ഇട്ടത് ബഹുഭൂരിപക്ഷം കമൻറ്റുകളും. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ദാസേട്ടൻ്റെ നായികമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒട്ടുമിക്ക വീഡിയോസിലും കാറ്റഗറിയുള്ള ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കൂട്ടത്തിലേക്ക് സുധിച്ചേട്ടൻ്റെ വൈഫിനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചിത്രീകരിച്ചപ്പോൾ ഒരു ഭസ്മം എന്നൊക്കെ പറയുന്നു. അതായത് കാറ്റഗറി എന്ന് പറയുന്ന സംഭവം ഇവർക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാവരും കാറ്റഗറിയുള്ള സിനിമകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാറ്റഗറിയിൽ അഭിനയിച്ചത് സ്ത്രീകൾ തന്നെയല്ലേ? അപ്പോൾ കാറ്റഗറിയിലുള്ള സ്ത്രീകൾ അഭിനയിക്കുന്ന സംഭവങ്ങളെ കണ്ടിട്ട് നമ്മുടെ സണ്ണി ചേച്ചി സണ്ണി ചേച്ചി അക്ക, സണ്ണി ചേച്ചി ജീവനാണെന്നൊക്കെ പറയുന്ന ഈ മഹാത്മാക്കളാണ് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ തൊടുന്യായങ്ങൾ ഇവിടെ പറയുന്നത്. എന്താണ് അടുത്ത് വീണ്ടും ചോദ്യം, നിന്റെ ഭാര്യയെ നീ ഇങ്ങനെ അഭിനയിക്കാൻ വിടുമോ? ഒറ്റ ഉത്തരം യെസ് ഓർ നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിനയിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ഇതേ സിനിമയുടെ ഒറിജിനൽ ഈ ഒരു സിനിമയിൽ ഈ ഒരു ഭാഗം അഭിനയിച്ചിട്ടുള്ള, അത് ഒറിജിനലായിട്ട് അഭിനയിച്ചിട്ടുള്ള അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതിനെക്കാട്ടി വലിയ പാതകമൊന്നും ഇവിടെ ഈ രേണു എന്ന് പറയുന്ന നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യ ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾ പറ. ഓക്കെ, അടുത്തത് എന്താ പറയാ, എന്താണ് പ്രൈവസി ആയിരുന്നു, അപ്പോൾ എന്തിനാ ഇങ്ങനെ പബ്ലിക്കായി ഇട്ടേ? പിന്നെ ജീവിക്കാൻ അഭിനയം മാത്രമാണോ, തൊഴിൽ ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഇത് ഈ 2025 ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല, ഇത് 2025 അല്ല. ഇവർ ഏത് കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത് അറിയാം. എന്താണ് ചേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ പറഞ്ഞോടെ യോജിക്കുന്നു. എന്നാൽ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ ചേട്ടൻ കാണുമായിരുന്നുണ്ടോ? ഇല്ല. അന്ന് ഇല്ലാത്ത പ്രത്യേകത എന്താണ്? ഇന്ന് മാറും കാലം മാക്കും ഓർമ്മകളെ മാക്കില്ല. അതാണ് ചേട്ടൻ മനസ്സിലാക്കേണ്ടത്. എന്താ കാലം മാറും, ഓർമ്മകൾ മാറത്തില്ലെന്നും. ഭർത്താവ് മരിച്ചു, അതുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും റൂമിൻ്റെ അറ്റത്ത് പോയിരുന്നിട്ട് കരയുക എന്നുള്ളതാണോ അവർ ചെയ്യേണ്ടത്? തൻ്റെ നല്ല കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. നല്ല കാലമോ ഇനി വാർദ്ധക്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ട് പോട്ടെ, അവർ വേറെ പാതകമൊന്നും ചെയ്തില്ലല്ലോടെ. അവർ തുണിയില്ലാതെ ബീച്ചിൽ കൂടെ ഓടിയില്ലല്ലോ. അവർ അല്പവസ്ത്രധാരി ആയിരുന്നില്ലല്ലോ. അവിടെ ചിലർ പറയുന്നു അദ്ദേഹത്തിൻ്റെ പെൺകുട്ടിയുടെ ഈ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യയുടെ വയറിലേക്ക് ഇങ്ങനെ പിടിച്ചു. ഇത് ക്യാമറയിൽ അത്രയും അടുപ്പിച്ചെടുക്കുന്ന ഒരു ഷോട്ട് മാത്രമാണ്. അല്ലാതെ അവർ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ബീച്ചിൽ കിടന്നുകൊണ്ട് മറ്റേ കാമസല്ലാപം ആടിക്കൊണ്ടിരിക്കുന്നല്ല. ഇവരെ ഇങ്ങനെയുള്ള ദുഷിച്ച മനസ്ഥിതികൾ കാരണമാണ് ഈ പല ആൾക്കാരും വിധവകളായിട്ട് മാറുകയും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടൊക്കെ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മറ്റ് പല ബന്ധങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ഇവനെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ കൊട്ടി ഡോർ നോക്ക് ചെയ്തിട്ട് ഇവന്മാർ തുറന്നിട്ടില്ലെങ്കിൽ ഇവന്മാർ പറയും, കണ്ടില്ലേ അവൾ മറ്റവളാണ്, അവൾ മറച്ചവളാണ് എന്നങ്ങ് പറയും. കാരണം ഇവന്മാർക്ക് അതിനുള്ളത് കിട്ടുന്നില്ല, ചുരുക്കാണ്, കടിയാണ്. അടുത്തത്, നാളെ ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറില്ല എന്നിട്ട് ചോദിക്കുമ്പോൾ ഇത് പണ്ടത്തെ കാലമല്ല 2025 ആയില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആളോട് ക്ഷമിക്കുമോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താ പറയുക, ബ്രദർ സത്യമാണ് പറഞ്ഞത്, ഇപ്പോഴും കാലം മാറിയത് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ പോകുന്നു കുറേ അധികം ആൾക്കാർ. പിന്നെ ശരത്തേട്ട ഈ മൂലക്കുരിനുള്ള ലേഖ്യം ഇവിടെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സംഭവം നമ്മുടെ ഈ കമൻറ്റ് കണ്ടിട്ട് ഇട്ട കമൻറ്റുകളാണ്. അതൊക്കെ ആരൊക്കെ ചത്താലും ചതഞ്ഞാലും നമുക്ക് ഒരു ലക്ഷ്യം മാത്രം, ജീവിതം ആസ്വദിക്കുക. ഓക്കെ, നിനക്കും ചാൻസ് കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് എനിക്കാണ് ഉദ്ദേശിച്ചത്. അടിപൊളി. അല്ലടാ, ബാക്കി ജീവിതം ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടോ? വേറെ എന്തെല്ലാം ജോബുണ്ട് ജീവിക്കാൻ, എല്ലാത്തിനും അവസാനം ഇങ്ങനെയും. അത് സുധിച്ചേട്ടൻ്റെ ഭാര്യയല്ലേ എന്ന്. ഈ സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആ സ്ത്രീക്ക് ജീവിക്കണ്ടേ? അവർക്ക് അഥവാ ആഗ്രഹം, അവരാരെങ്കിലും കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടോ? അവരാരെങ്കിലും വേദനിപ്പിക്കാൻ വരുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല അവരെ വേദനിപ്പിക്കുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്നുള്ളതിനെ കുറിച്ച് അറിയാമോ? അറിയില്ല. ഈ പണ്ട് മലയാള സിനിമയ്ക്കകത്ത് നായികമാർ ആദ്യകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള കൊടിയ പീഡകളുണ്ട്. കാരണം സമൂഹത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം കുത്തിയിരുന്ന് കാണും, എന്നാ കുറ്റവും പറയും.
അവർക്ക് ഇഷ്ടമുള്ള പോലെ ഏതോൻ്റെ കൂടെയാണ് അഭിനയിക്കട്ടെ അല്ലെങ്കിൽ ജീവിക്കട്ടെ, ഒരു മൈ ഇല്ല. പക്ഷേ ഇതൊക്കെ കാണാൻ താല്പര്യമില്ല. എന്താ ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നു സുധിയെ കൊന്നതാണോ എന്ന്. എന്തൊരു ചോദ്യമാടേ. ദാസേട്ടൻ കോഴിക്കോട് സുധിയെ കൊന്നതാണോ എന്നോ? എന്താടേ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ, നല്ല വിവരമുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നെ തെറി വിളിക്കുന്നുണ്ട്. നിങ്ങളെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പുള്ളിക്കാരിട്ടേക്കുന്ന ഒരു കമൻറ്റാണ്, ശ്രീജിത്ത്, റിബിൾ ശ്രീജിത്ത്. കമൻറ്റ് മുഴുവൻ കൂട്ടക്കരച്ചിലാണല്ലോ. മരിച്ചവർ എപ്പോഴും കൂടെ ഉണ്ടാകും, അവരുടെ ഓർമ്മകളും അവരുടെ ഇഷ്ടങ്ങളും അവരുടേതായ എല്ലാ സ്പർശങ്ങളും നമ്മളെ ചുറ്റി വരികയും അത് സത്യമാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളും ജീവിക്കണം, അത് നമ്മുടെ ഇഷ്ടത്തോടെ ജീവിക്കണം. അഭിപ്രായം ആർക്കും പറയാം. മുലകുടി മാറാത്ത പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന ഈ നാട്ടിൽ ഒരാളുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതിന് എന്താണ് കുഴപ്പം? അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ തടയണം? ബാക്കി എല്ലാ ബഹുഭൂരിപക്ഷം കമൻറ്റും അവർക്ക് അനുകൂലമായിട്ട്. എന്നിട്ട് വേറൊരു കമൻറ്റാണ്, എന്തൊരു മൈ നാടാണ്, നോക്കിയേ കെട്ടിയവൻ ചത്ത പെണ്ണും മൂലയിലിരുന്ന് കരയണം, അവളെ എന്ന ചത്ത പെണ്ണും മൂലയിലിരുന്ന് കരയണം, അവൾ എന്തെങ്കിലും നേടുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്ത് കമൻറ്റ് ബോക്സിൽ ഇരുന്ന് ഊളത്തരം പറയും. നന്മയുള്ള കേരളം. സത്യമല്ലേ ഇത്? സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇത് ഏതെങ്കിലും ഒരു പുരുഷൻ ഈ ഒരു കാര്യം, ഇത് ഹൈപ്പോത്തറ്റിക്കലി ഞാൻ ഒരു സാങ്കല്പികമായ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ അവസരത്തിൽ ഇതൊരിക്കലും ഞാൻ പറയുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ പറയുന്നു, ഭാവനാത്മകമായിട്ട് മാത്രം പറയാം. സുധിയേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ഈ സ്ത്രീ അഥവാ ഈ രേണു എന്ന് പറയുന്ന അവർ മരണപ്പെടുകയും ചെയ്തു വിചാരിക്കുക. സുധിയേട്ടൻ ഈ ഒരു സീനിൽ നായകനായിട്ട് അഭിനയിക്കുകയാണെന്ന് വിചാരിക്കുക. ആരെങ്കിലും ആ സ്ത്രീയെ ഓർക്കുമോ? ആ സ്ത്രീ ചിലപ്പോൾ നടിയായിരുന്നിട്ടുണ്ടാവാം, എന്തുമായിരുന്നു, നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നിട്ടുണ്ടാവാം. ആരെങ്കിലും എപ്പോഴെങ്കിലും സുധിയേട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, സുധിയേട്ടൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്ന് നിങ്ങൾ ആരെയും ചോദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ചോദിക്കത്തില്ല. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ ഈ ഒരു ആഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർക്ക് ഈ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവർ ചെയ്യുന്നതിന് അദ്ദേഹം മരണപ്പെട്ടതുമായിട്ട് കണക്ട് ചെയ്യുന്ന നിനക്ക് നാണമുണ്ടോടെ? എന്തൊരു വിവരമില്ലായ്മയാണ്. ദിലീപും ഗോപികയും കടലിൽ കിടന്നു ഉരുണ്ടപ്പോൾ ആഹാ, പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിൽ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു ജീവിതത്തിൽ അവളുടെ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം. ഇത് ഒരു റീൽ വീഡിയോ ആണ്, അത് മനസ്സിലാക്കുക. സത്യമാണ്, ഒരു റീൽ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, അത് എല്ലാം ഒറ്റ അടിക്ക് ഒരു ഷോട്ടാണോ? സിനിമ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ റീലുകൾ എടുക്കുന്നത്. അതും ഇത് സിനിമാറ്റോഗ്രഫി പോലെ തന്നെ പരിപാടികളല്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പല ഷോട്ടുകൾ എടുത്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തൊട്ട് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. അവരെന്ത് തെറ്റ് ചെയ്തു? അതിനകത്ത് രേണു അവരുടെ കമൻറ്റാണ്, ദിലീപ് ഏട്ടൻ ഗോപിക ചേച്ചി സൂപ്പർ അല്ലേ, അയ്യോ അവരുടെ പോലെ സെയിം ഒന്നും ആയില്ലല്ലോ, എന്നാലും ഞാനും ദാസേട്ടനും ഞങ്ങളുടെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് മനസ്സിലാക്കിയതിന് എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീ വിഷമിച്ച് പറയുക. എൻ്റെ പൊന്ന മനുഷ്യരെ, ഇതിൻ്റെ ഒറിജിനൽ ആക്ട് ചെയ്ത ഗോപിക കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. ഇതിപ്പോൾ അവരുടെ ഹസ് ആക്സിഡൻ്റലി അവർക്ക് നഷ്ടപ്പെട്ടതാണ്. അവരുടെ ഹസ് ആക്സിഡൻ്റലി നഷ്ടപ്പെട്ടതാണ്. അത് ദുഃഖമുണ്ടെങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഓർമ്മകളൂടെ ജീവിക്കാമെന്ന് വെച്ചാൽ ഒന്നും ഓർത്ത് എന്നും കരയണമെന്നാണോ? അവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. അവരവരുടെ ജോലി ചെയ്ത് അത്രയേ ഉള്ളൂ. ലീവ് ഹെർ. ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അത്രയേ ഉള്ളൂ. ന്യായമായിട്ടുള്ള കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അത് വിഷമിച്ചിട്ടൊക്കെ ആയിരിക്കും അത് പറയുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുമല്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ കമൻ്റ് ഇടുന്ന മഹാത്മാക്കൾ നമ്മുടെ അവസാനം എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഓക്കെ, നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയും നമുക്കില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതായും നമ്മുടെ സന്തോഷം, നമ്മുടെ ചുറ്റുപാടുള്ള സന്തോഷം. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി, അവരുടെ കുട്ടികളെ, അഥവാ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടിയെയും അതോടൊപ്പം തന്നെ അവരിലുണ്ടായ കുഞ്ഞിനെയും ഒക്കെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു വിവാഹം ഈ നിമിഷം വരെ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പുലുകി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യേണ്ട കാര്യം വല്ലതും? ഇതിനു വേണ്ടിയിട്ടുള്ള മഹാപാപം വല്ലതും അവർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ കണ്ണുമുമ്പിലുണ്ടോ? അവർ വളരെ സന്തോഷമായിട്ട് നടക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കുഷ്ഠരോഗത്തിന് ഞാൻ താഴ്ത്തി പറയുന്നതല്ല, രോഗമാണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സാധനമുണ്ട് എന്ന് പറയാം, കുഷ്ഠം എന്ന് പറയേണ്ടി വരും. അത്രയും നീചമായ വൃത്തികെട്ട മനസ്ഥിതിയാണ് നിങ്ങൾക്കെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായം ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.